ഇപ്പോൾ കേരളത്തിൽ നാളെ ഇലക്ഷൻ റിസൾട്ട് വരാൻ പോവുകയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് എക്സിറ്റ് പോൾ റിസൾട്ടുകളും അതിൻ്റെ വിലയിരുത്തലുകളൊക്കെ വരുന്നുണ്ട്. ഇപ്പം ചില ചാനലുകൾ സ്വയമായിട്ട് ചെയ്യുന്നുണ്ട്, ചില ഏജൻസികളെ വെച്ച് ചെയ്യുന്നുണ്ട്. ഇതിലിപ്പോൾ വ്യത്യസ്തപരമായിട്ടുള്ള വിശകലനങ്ങളാണ് വരുന്നത്. ചില ആൾക്കാർ പറയുന്നു BJPക്ക് ഏകദേശം 11ഓളം സീറ്റ് കിട്ടും, ചില സർവേ പറയും 4 സീറ്റ്, ചിലത് പറയും തൂക്ക് സഭയായിരിക്കും എന്ന് പറയുന്നുണ്ട്. ചില ആൾക്കാർ പറയും പിണറായി വിജയന് വീണ്ടും 3ാം ഭരണം കിട്ടും, പക്ഷേ ചെറിയ മാർജിനിലായിരിക്കും എന്ന് പറയുന്ന സർവേകളുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നമ്മളെ ഒരു വിശകലനം ഈ ഒരു വിഷയം ബന്ധപ്പെട്ട്? അതായത് കേരളത്തിൽ 140 മണ്ഡലങ്ങളിൽ സഞ്ചരിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. അവിടെയുള്ള ആളുകളായിട്ട് നമ്മൾ സംവദിക്കുകയും പബ്ലിക് ഒപ്പീനിയൻ എടുത്തിട്ടുണ്ട്. ആ ഒപ്പീനിയൻ എടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ കേരളത്തിൽ 100ൽ പരം സീറ്റുകളിൽ UDF മുന്നേറ്റം ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഏറ്റവും മിനിമം 85 സീറ്റ് UDFന് കിട്ടും. മിനിമം 85 സീറ്റ് UDFന് കിട്ടും എന്നുള്ളതാണ് മിനിമം കണക്കൂട്ടുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 7 ജില്ലകൾ UDFന് കൂടെ നിൽക്കും എന്നുള്ളതാണ്. 7 ജില്ലകൾ എന്ന് പറയുന്നത് കേരളത്തിലെ 2 പ്രധാനപ്പെട്ട ജില്ലകൾ ഏതൊക്കെയാണ്? ഏറ്റവും കൂടുതൽ സീറ്റുള്ളത് ഏറ്റവും കൂടുതൽ സീറ്റുള്ള ഒരു പ്രധാനപ്പെട്ട ജില്ല മലപ്പുറമാണ്. മലപ്പുറം പിന്നെ മുഴുവനായിട്ട് മലപ്പുറം എത്ര സീറ്റ് ഉണ്ട്? 16 സീറ്റ്. ഈ 16 സീറ്റിൽ പോയാൽ 1 എന്നുള്ള നിലയിലാണ്, 2 മലപ്പുറത്തേക്ക് പോകില്ല. അപ്പോൾ 14 മറ്റ് 2 സീറ്റ് എന്ന് പറയുന്നത് നമ്മൾ ടൈറ്റ് ഫൈറ്റ് നടക്കുന്ന സ്ഥലമായി കണക്കൂട്ടാം. ഓക്കെ, അപ്പം 2 സീറ്റ് അങ്ങനെ 16ൽ 2 സീറ്റ് ഇതായി കഴിഞ്ഞാൽ നമ്മൾ 14 സീറ്റ് UDFന്, മറ്റേ 2 സീറ്റ് LDFന് കിട്ടോ UDFന് കിട്ടുമോ എന്ന് അറിയില്ല. പെൻഡിങ് നിർത്തി വെക്കാം. അതിൽ അവിടുത്തെ ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അബ്ദുറഹിമാൻ മന്ത്രി, അദ്ദേഹമാണ് മന്ത്രിയായിട്ടുള്ള ആൾ മലപ്പുറത്ത്. അദ്ദേഹം ദയനീയമായി തോൽക്കും എന്നുള്ളതാണ് തിരൂരിൽ നിന്നുള്ള റിപ്പോർട്ട്. അദ്ദേഹം നേരത്തെ താനൂരിലായിരുന്നു, അദ്ദേഹം അവിടുന്ന് മാറി തിരൂരിലേക്ക് മാറി. സേഫ് സോൺ കണ്ടുപിടിച്ച് മാറിയത് മത്സരിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞായിരുന്നു. കാരണം അർജന്റീന ടീമിനെ ഇവിടെ കൊണ്ടുവരും, ആ വലിയ മത്സരം നടത്തും, ആനയെ കുതിര എന്ന്. ഫുട്ബോൾ പ്രേമികൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉള്ള സ്ഥലം എവിടെ അറിയും? മലപ്പുറം ജില്ലയാണ്, മക്ക ഓഫ് ദ ഫുട്ബോൾ എന്ന് പറയപ്പെടുന്നത്. അതെ. അപ്പോൾ മലപ്പുറംകാർ അതിനകത്ത് ഭയങ്കരമായിട്ട് വിരോധത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അബ്ദുറഹിമാൻ്റെ പരാജയം ഉറപ്പാണ്. പിന്നെ ഏറ്റവും കൂടുതൽ 14 സീറ്റുകളുള്ള 2 ജില്ലകളാണ് കേരളത്തിലുള്ളത്. അതേതൊക്കെയാണ്? ഒന്ന് എറണാകുളമായിരിക്കും, ഒന്ന് എറണാകുളം, ഒന്ന് തിരുവനന്തപുരമാണ്. ഇപ്പോൾ എറണാകുളമാണ് UDFൻ്റെ ശക്തി കേന്ദ്രം എന്ന് പറയുന്നത്. അതിൽ 14ൽ 14 സീറ്റുമാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കിട്ടിയത്. എറണാകുളം കോർപ്പറേഷൻ വൻ ഭൂരിപക്ഷത്ത് 49 സീറ്റോട് കൂടിയിട്ടാണ് UDF പിടിച്ചെടുത്തത്. അതേപോലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, അതേപോലെ ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് എല്ലാം, ജില്ലാ പഞ്ചായത്ത് എല്ലാം UDFന് അനുകൂലമായിരുന്നു, എറണാകുളവും മലപ്പുറവും. എന്നിരുന്നാലും ഏറ്റവും രസകരമായ കാര്യം ഇന്നലെ ശ്രീനിജൻ പറഞ്ഞത് എന്താ, 6500 വോട്ടിന് പിന്നിലാണ് എന്നാണ് CPM ഔദ്യോഗിക. എന്നാലും 550 വോട്ടിന് ജയിക്കുന്നതാണ്. വ്യക്തിപരമായ വോട്ടുകൾ വെച്ചിട്ട് 550 വോട്ടാണ്. അപ്പോൾ അത് തന്നെ ഒരു ഭയങ്കര ആത്മവിശ്വാസക്കുറവാണ്. അവിടെ ആവട്ടെ കഴിഞ്ഞ 2020 അവിടെ ഈക്വൽ ഫൈറ്റാണ് കോൺഗ്രസ്. പക്ഷേ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും അവിടെ UDF ആണ് മുന്നിൽ നിൽക്കുന്നത്. പിന്നെ തൃപ്പൂണിത്തുറയാണ് ഈ ഏകദേശം കഴിഞ്ഞ വർഷം കുറഞ്ഞ വോട്ടിന് ജയിച്ച സ്ഥലം. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ അവിടെ സ്വാഭാവികമായിട്ടും BJPക്ക് ശക്തിയുള്ള സ്ഥലമാണെങ്കിൽ അവിടെ കൊടുത്ത 2020ക്കാണ്. ഇതുകൊണ്ട് തന്നെ 2020ക്ക് അവിടെ BJPക്കാർ ഇറങ്ങി പ്രവർത്തിച്ചില്ല എന്ന് മാത്രമല്ല, അവിടെ വളരെ ദയനീയമായ അവസ്ഥയാണ്. CPMൻ്റെ അടക്കം BJPയുടെ അടക്കം വോട്ട് UDFന് പോയ സ്ഥലമാണ് എറണാകുളം. ഇവിടെ വലിയ തോതിൽ ഭരണവിരുദ്ധ വികാരം മാത്രമല്ല, പിണറായിയോടുള്ള ഭയങ്കര വിരോധമുള്ള സ്ഥലമാണ് ഈ എറണാകുളം ജില്ല എന്ന് പറയുന്നത്. ഇവിടെ കോൺഗ്രസിൻ്റെ പൊന്നാപുരം കോട്ട എന്നാണ് പറയുന്നത്. അപ്പോൾ 14 സീറ്റിൽ മാക്സിമം 1-2 സീറ്റ് നമുക്ക് ടൈറ്റ് ഫൈറ്റായിട്ട് മാറ്റി വെക്കാം. ഏതൊക്കെ? കുന്നത്തുനാട് എന്തായാലും UDFന് കിട്ടുന്ന ഉറപ്പായി. ഒന്ന് നമുക്ക് അങ്ങനെയുള്ള ജില്ല അത് പറയുന്നത് തൃപ്പൂണിത്തുറയാണ്. രണ്ടാമത്തത് പറയുന്നത് നമ്മുടെ രാജീവിൻ്റെ മണ്ഡലമാണ്. രാജീവിൻ്റെ മണ്ഡലം എന്ന് പറഞ്ഞാൽ ഏതാ? കളമശ്ശേരി. രാജീവ് ദയനീയമായി തോൽക്കും തന്നെയാണ് പറയുന്നതെങ്കിൽ നമ്മളൊരു ടൈറ്റ് ഫൈറ്റായിട്ട് നമ്മൾ കരുതുന്നത് രാജീവിൻ്റെ മണ്ഡലമാണ്. അപ്പോൾ 2 ടൈറ്റ് ഫൈറ്റുള്ള മണ്ഡലവും 14ൽ 12 സീറ്റും UDFന് കിട്ടും. അപ്പോൾ മൊത്തം 4 സീറ്റ് ടൈറ്റ് ഫൈറ്റും. LDF ജയിക്കുമ്പോൾ പറയാൻ പറ്റില്ല, UDF ജയിക്കുന്ന അറിയില്ല. അതിൽ അവിടെ മലപ്പുറത്ത് നമ്മൾ ടൈറ്റ് ഫൈറ്റ് കണ്ടത് 1 സീറ്റാണ്. അപ്പം ഈ 1 അല്ല 2 സീറ്റ് കൂട്ടാം, തവന്നൂരും പൊന്നാനിയും കൂട്ടാം. ഓക്കെ,
അങ്ങനെ 4 സീറ്റ് ടൈറ്റ് ഫൈറ്റും. അപ്പോൾ ഇവിടെ 16, 14, 30 സീറ്റ്, 26 സീറ്റും UDF നാണ്. 4 സീറ്റ് LDF എന്ന് പറഞ്ഞില്ല, ടൈറ്റ് ഫൈറ്റ് നിൽക്കുന്നു. പിന്നെയുള്ള ഒരു ജില്ല എന്ന് പറയുന്നത് വയനാടാണ്. UDF ശക്തി കേന്ദ്രമാണ്. അവിടെ 3 സീറ്റിൽ 3 മണ്ഡലങ്ങളിലും UDF ജയിക്കുന്നുള്ള 100% ഉറപ്പാണ്. അപ്പം 26, 3, 29 അതിൽ നിലവിൽ ഇപ്പോൾ ഒരു സീറ്റ് അവരുടെ കയ്യിൽ, ഒരു സീറ്റ് OR കേളു മാനന്തവാടി ജയിച്ചു. പിന്നെ കോഴിക്കോടാണ്. ഈ കോഴിക്കോട്ടെ 13 സീറ്റിൽ ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ 10+3 കഴിഞ്ഞ തവണ 10 UDF നും 3 LDF നാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ. അതേസമയത്ത് നമ്മുടെ ഇതിൽ ലോക്സഭാ ഇലക്ഷൻ ഫുൾ 13 സീറ്റ് UDF നാണ്. കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ അവിടെ 13 സീറ്റിൽ 11 സീറ്റും ആരെ കൈവശമായിരുന്ന LDF കൂടിയിരുന്നു. അത് ഇപ്രാവശ്യം 11 സീറ്റ്, 9 മുതൽ 11 വരെ സീറ്റ് UDF കൈവശം. 2 സീറ്റ് നമ്മൾ ടൈറ്റ് ഫൈറ്റ് ആയിട്ടേ കാണാൻ പറ്റും. ഒന്ന് മുഹമ്മദ് റിയാസിന്റെ, 2 എലത്തൂര്. കോഴിക്കോട് നോർത്ത് എന്തായാലും UDF ജയിക്കുന്നുള്ള ഏകദേശം വന്നിരിക്കുകയാണ്. അപ്പം ടോട്ടൽ കോഴിക്കോടുള്ള 13 സീറ്റിൽ നമുക്ക് 10 സീറ്റ് കൂട്ടാം, 3 സീറ്റ് ടൈറ്റ് ഫൈറ്റ് ആയി കണക്കൂട്ടാം. അപ്പം 10 കൂടി കൂട്ടി എത്രയായി? 39 സീറ്റായി. 39 സീറ്റായി. 39 സീറ്റ്. അതിൻ്റെ അകത്ത് ടൈറ്റ് ഫൈറ്റ് ആയിട്ടുള്ള 3, 2, 5, 2, 7 സീറ്റ്. ഇത് LDF ജയിക്കുന്നപ്പോൾ പറയാൻ പറ്റില്ല, അവിടെ UDF ജയിക്കുന്ന അറിയാം. നമുക്ക് 7 സീറ്റ് ടൈറ്റ് ഫൈറ്റും ബാക്കി 29, 11, 29, 10, 39 സീറ്റ് ടോട്ടൽ. ഇനി നമ്മൾ നേരെ പോകേണ്ടത് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം കിട്ടുന്ന UDF ഭൂരിപക്ഷം കിട്ടുന്ന പറയുന്നത് കോട്ടയത്താണ്. കോട്ടയത്ത് എത്ര സീറ്റ് ഉണ്ട്? 9 സീറ്റ് ഉണ്ട്. 9 സീറ്റിൽ ഉറപ്പായിട്ടും ജയിക്കുന്ന പറയുന്നത് 7 സീറ്റാണ് UDF. 2 സീറ്റ് ടൈറ്റ് ഫൈറ്റ് ആണ്, അവിടെ ജയിക്കുന്ന പറയില്ല. കാഞ്ഞിരപ്പള്ളിയും വൈക്കവും. അപ്പോൾ 39, 7, 46 സീറ്റായി. ടൈറ്റ് ഫൈറ്റ് ഉള്ള സ്ഥലം എത്രയായി? 4 പുറത്ത്. അവിടെ മൊത്തം 5 സീറ്റുകൾ ഉണ്ടാവും. മലപ്പുറത്ത് 2, എറണാകുളത്ത് 2, കോഴിക്കോട് 3, 7 ഇവിടെ 2, 9 സീറ്റായി. 9 സീറ്റ് ടൈറ്റ് ഫൈറ്റ് എന്ന് പറയുമ്പോൾ LDF ജയിക്കുമ്പോൾ പറയുന്നില്ല, അങ്ങോട്ടും മാറാം ഇങ്ങോട്ടും മാറാന്നുള്ള രീതിയിൽ. അപ്പം 39, 46 സീറ്റായി ആർക്ക്? UDF. ഇനി നേരെ നമ്മൾ പത്തനംതിട്ടയിൽ കിടക്കാം. പത്തനംതിട്ടയിലെ 5 സീറ്റും UDF അനുകൂലം എന്നുള്ളതാണ്. 5 സീറ്റും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷമാണ്. മനസ്സിലായി? ആ തദ്ദേശ സ്വയംഭരണത്തിൽ തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷം കിട്ടിയ ഈ 2 മണ്ഡലങ്ങളാണ് പത്തനംതിട്ടകൾ. അവിടെ 5 സീറ്റുകൾ. അതിൽ ഒരു സീറ്റ് നമുക്ക് വേണമെങ്കിൽ കോന്നി സീറ്റ് ഒരു ടൈറ്റ് ഫൈറ്റ് ആയിട്ട് കരുതാം. വേറൊരു ടൈറ്റ് ഫൈറ്റ് ഇല്ല അവിടെ. അപ്പം 4 സീറ്റ് UDF കണക്കൂട്ടാം. അപ്പം 46, 4 എത്രയായി? 50ആയി. ടൈറ്റ് ഫൈറ്റ് ഉള്ളത് 10ആയി. നേരെ ഇടുക്കിക്ക് കയറിയാൽ ഇടുക്കിയിൽ 5 സീറ്റും UDF ജയിക്കുന്നുള്ളതാണ്. വേറെ അതിൻ്റെ അകത്ത് വേറെ ഒന്നും ഇല്ല. അവിടെ ഉറപ്പായിട്ട് ജയിക്കുന്നുള്ളതാണ് കൃത്യമായി എല്ലാവരും പറയുന്നത്. അത് നമ്മളെ സ്വീകരിക്കാം. അപ്പം എത്ര സീറ്റായി? 55ആയി. ടൈറ്റ് ഫൈറ്റ് 10. പിന്നെ ഉള്ളത് നമുക്ക് ഇടുക്കിയാണ്. ഇടുക്കി. അപ്പം ആ ഇടുക്കി, പത്തനംതിട്ട എല്ലാം കൂടെ 55, 10, 65 സീറ്റിൽ. ഈ 65ൽ 55 സീറ്റ് ആർക്കാണ്? UDF. 10 സീറ്റ് ടൈറ്റ് ഫൈറ്റ് ആയി കിടക്കുന്നു. LDF കിട്ടാം, UDF കിട്ടാന്നിരിക്കാം. അപ്പം 65 സീറ്റിൽ 10 സീറ്റ് മാത്രമാണ് ആർക്ക് പോണത്? ആർക്കും പോണില്ല, ടൈറ്റ് ഫൈറ്റ് ആയിട്ട് വെച്ചത്. ഇപ്പൊ 65 സീറ്റിൽ 55 സീറ്റ് വരെ കഴിഞ്ഞാൽ ഇവർക്ക് എത്ര സീറ്റ് വേണം ഭൂരിപക്ഷം കിട്ടാൻ? 16 സീറ്റ് കിട്ടിയാൽ മതി. നമുക്ക് അവിടെ നിന്ന് നേരെ എങ്ങോട്ട് കിടക്കാം? നേരെ നമുക്ക് കാസർഗോഡേക്ക് കിടക്കാം. കാസർഗോഡ് 5 സീറ്റാണുള്ളത്. അതിൽ ഉറപ്പായിട്ടും LDF ജയിക്കുമെന്ന് പറയുന്നത് 1 സീറ്റ് മാത്രമാണ്. എവിടെയാണ്? കാഞ്ഞങ്ങാട്. ടൈറ്റ് ഫൈറ്റ് നടക്കുന്നു എന്ന് പറയുന്നത് തൃക്കരിപ്പൂരും ഉദുമയിലാണ്. അപ്പം 10, 2, 12 ടൈറ്റ് ഫൈറ്റ് നടക്കുന്ന സ്ഥലമായി. 1 സീറ്റ് ഇവർ ജയിക്കുന്ന സ്ഥലമായി. മഞ്ചേശ്വരവും കാസർഗോഡും ഉറപ്പായിട്ടും UDF ജയിക്കും. മഞ്ചേശ്വരത്ത് കഴിഞ്ഞ പ്രാവശ്യം ലീഗ് ജയിച്ചത് ചെറിയ 100-ൽ പരം വോട്ട്. അതിനുശേഷം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ 20,000 വോട്ടിന്റെ ഭൂരിപക്ഷം വന്നു. ലോക്സഭയിലും ഭൂരിപക്ഷം വന്നു. അതിനുശേഷം SIR വന്നിട്ടുണ്ട്. അപ്പോൾ അതൊരു തിരിച്ചടിയാവുന്നതാണ്. SIR പ്രകാരം ഇവിടെ മംഗലാപുരത്ത് നിന്ന് കുറെ വോട്ട് 22,000 വോട്ടാണ് ചേർത്തി. അതും കൂടെ ആണ് പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? വളരെ ദയനീയമായിരിക്കും. അപ്പൊ നമ്മൾ 2 സീറ്റ് ഇവിടെ ജയിക്കുന്നുള്ള ഇവരെ കണക്കൂട്ടാം. 1 സീറ്റ് LDF ജയിക്കുന്നു കണക്കൂട്ടാം. 2 സീറ്റ് ടൈറ്റ് ഫൈറ്റ് കൂട്ടാം. തൃക്കരിപ്പൂരും
നമ്മുടെ ഉദുമയും. ഇപ്പോൾ 2 സീറ്റ് ഇവിടെ കൂട്ടിക്കഴിഞ്ഞാൽ 55 57ആയി. 12 സീറ്റ് ടൈറ്റ് ഫൈറ്റും 1 സീറ്റ് LDF ആദ്യമായിട്ട് നമ്മൾ കൊടുക്കാം. കണ്ണൂർക്ക് കടന്നാൽ ടോട്ടൽ എത്ര സീറ്റ് ഉണ്ട്? 11 സീറ്റ്. 11 സീറ്റിൽ UDF പറയുന്നത്, എല്ലാവരും പറയുന്നത്, UDF ഉറപ്പായും പറയുന്നത് 6 സീറ്റാണ്. നമുക്ക് 5 സീറ്റ് ഉറപ്പായിട്ട് കണക്കൂട്ടാം. ഏതൊക്കെ? അഴീക്കോട്, അഴീക്കോട്, കണ്ണൂർ ടൗണ്, പിന്നെ പേരാവൂര്, പിന്നെ ഇരിക്കൂർ, പിന്നെ തളിപ്പറമ്പ്. UDF 100% ജയിക്കും എന്നുള്ളതാണ് അവിടെ നിന്ന് കിട്ടുന്ന വിവരം. കൂത്തുപറമ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും ആവാം. അപ്പം 5 സീറ്റ് LDF, 5 സീറ്റ് UDF, 1 സീറ്റ് ടൈറ്റ് ഫൈറ്റ്. അപ്പം നമ്മൾ ടൈറ്റ് ഫൈറ്റ് 12ഉം 2ഉം 14ആയി. ഇവർക്ക് കിട്ടുന്ന സീറ്റിൽ 55 57ഉം ഇവിടെ 5ഉം കൂടെ 62ആയി. LDF 6 സീറ്റായി സീറ്റിൽ. കണ്ണൂർ 5ഉം 1 കാസർഗോഡ്. ഓക്കെ. അപ്പം ഇനി നമ്മൾ നേരെ പോകുന്നത് കോഴിക്കോട്, വയനാട് കഴിഞ്ഞു. പിന്നെ ഇനി പാലക്കാടാണ്. പാലക്കാട് എത്ര സീറ്റ് ഉണ്ട്? പാലക്കാട് 12 സീറ്റാണ്. ഓക്കെ. ആ 12 സീറ്റിൽ അവിടെ 5 സീറ്റ് ഉറപ്പായിട്ട് UDF ജയിക്കുന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് വിവരം. ഒരു സീറ്റിൽ ടൈറ്റ് ഫൈറ്റാണ്. തൃത്താല, പാലക്കാട്, തൃത്താല, മണ്ണാർക്കാട്, പിന്നെ ഇവിടെ നമ്മുടെ പട്ടാമ്പി, കോങ്ങാട്, പിന്നെ ഇവിടെ ചിറ്റൂര്. മലമ്പുഴ കിട്ടില്ല. മലമ്പുഴ UDF LDF കിട്ടുന്നുള്ള വിശ്വസ്തനെ നിർത്തിയിട്ടും ആയിരിക്കാം. അങ്ങനെ 5 സീറ്റ് ഉറപ്പായിട്ടും UDF. 1 സീറ്റ് നമ്മൾ പാലക്കാട് BJP ജയിക്കുന്നുള്ളതിന് നമുക്ക് കണക്കൂട്ടാം. അതേത് സീറ്റാ? പാലക്കാട് ശോഭാ സുരേന്ദ്രൻ. അല്ലെങ്കിൽ നമുക്ക് ടൈറ്റ് ഫൈറ്റിന്റെ കൂട്ടത്തിൽ പെടുത്താം, അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല കൂട്ടാം. അപ്പം അതേപോലെ നമുക്ക് കണക്കൂട്ടാവുന്ന ഈ 5 സീറ്റും 1 കഴിഞ്ഞ 6ആയി. പിന്നെ എത്ര സീറ്റ് ഉണ്ട്? 6 സീറ്റ്. 6 സീറ്റിൽ 6 ഒറ്റപ്പാലം അങ്ങോട്ട് PK ശശി മത്സരിക്കുന്ന സ്ഥലം, അവിടെയും ടൈറ്റ് ഫൈറ്റായി കണക്കൂട്ടാം. അപ്പം 2 സീറ്റ് ടൈറ്റ് ഫൈറ്റും പ്ലസ് 5 സീറ്റ് LDF ജയിക്കുന്നു, 5 സീറ്റ് UDF ജയിക്കുന്നു, 1 സീറ്റ് BJP എന്നുള്ള കണക്കൂട്ടാം. അപ്പം ടോട്ടല് നമ്മൾ നേരത്തെ എത്ര കണക്കൂട്ടിയത്? 62 5 62 67ആയി. 2 സീറ്റ് നമ്മൾ ടൈറ്റ് ഫൈറ്റ് കൊടുക്കും. ഇവിടെ 1 സീറ്റ് ടൈറ്റ് ഫൈറ്റ് കൊടുക്കുന്നു. BJP കോൺഗ്രസ് LDF 6 സീറ്റ് ജയിക്കുന്നു. 6 സീറ്റ് 6 11 12 6 11 12 5 17 സീറ്റായി LDF. ഇവിടെ ടോട്ടൽ UDF 67. ടൈറ്റ് ഫൈറ്റ് ഉള്ളത് 9 12 13 15 ഇപ്പം. ഓക്കെ. 15 സീറ്റ് ടൈറ്റ് ഫൈറ്റിലേക്ക് പോയി. ഓക്കെ. ഇനിയിപ്പം നമ്മൾ തൃശ്ശൂരിലേക്ക് കടന്നാൽ UDF പറയുന്ന സീറ്റ് എന്ന് പറയുന്ന ഉറപ്പായി ജയിക്കുന്നത് തൃശ്ശൂർ, ഇരിഞ്ഞാലക്കുട, പിന്നെ മണലൂർ, ഗുരുവായൂർ, ചാലക്കുടി, പിന്നെ കൊടുങ്ങല്ലൂർ. ഈ സീറ്റുകളാണ് UDF ജയിക്കുന്ന ഉറപ്പിച്ച് നിൽക്കുന്ന സീറ്റുകൾ. 6ഓളം സീറ്റുകൾ. അപ്പം 67ഉം 6ഉം 73 സീറ്റായി. 73 സീറ്റ് എവിടെ എത്തുമ്പോഴേക്കായി? പാലക്കാട്, തൃശ്ശൂർ, എറണാകുളം കഴിഞ്ഞല്ലോ, അവിടെയൊക്കെ പോയിട്ട്. അപ്പം തൃശ്ശൂരിൽ നമ്മൾ എടുക്കുമ്പോൾ 73 സീറ്റ് UDF. ടൈറ്റ് ഫൈറ്റ് ഉള്ളത് ഇവിടെ ഒരു 2 സീറ്റ് ടൈറ്റ് ഫൈറ്റ് കൂട്ടാം. ടൈറ്റ് ഫൈറ്റ് കൂട്ടിക്കഴിഞ്ഞാൽ ബാക്കി എത്ര സീറ്റ് ഉണ്ട്? 5 സീറ്റാണ് ഉള്ളത്. 5 സീറ്റ് LDF. അപ്പം ടോട്ടൽ എത്ര LDF സീറ്റായി? ഇപ്പം 15 5ഉം 10 15 16 സീറ്റായി. ടോട്ടൽ 16 സീറ്റുകൾ. പിന്നെ നമ്മൾ കടക്കുന്നത് നേരെ ആലപ്പുഴയ്ക്കാണ്. ആലപ്പുഴയിലെ ഇതുവരെയുള്ള വിവരങ്ങൾ വെച്ചിട്ട് 6 സീറ്റ് എന്തായാലും UDF ജയിക്കും. 73 6 79ആയി. ടൈറ്റ് ഫൈറ്റുള്ള സ്ഥലം എന്ന് പറയുന്നത്
15ഉം അവിടെ ഒരു സീറ്റ് ഉറപ്പായിട്ടും ടൈറ്റ് ഫൈറ്റ് നടക്കുന്നുണ്ട്. 15-1 16ആയി. ഇവരെ സീറ്റ് അവിടെ ബാക്കി 6 സീറ്റ് കഴിഞ്ഞാൽ 2 സീറ്റാണ് ഉറപ്പായിട്ടും LDF ജയിക്കുന്നു പറയുന്നത്. ഇതൊക്കെ അറിയോ? ചെങ്ങന്നൂരും അതേപോലെ മാവേലിക്കരയുമാണ് അവർ ഉറപ്പായിട്ട് ജയിക്കുന്നു പറയുന്നത്. അല്ല, ചേർത്തലയുമാണ് അവർ ഉറപ്പായിട്ട് ജയിക്കുന്നു പറയുന്ന സ്ഥലം. മാവേലിക്കരയാണ് ടൈറ്റ് ഫൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ടൈറ്റ് ഫൈറ്റുള്ള ടോട്ടൽ എത്രയും 18. ഇനി നമ്മൾ അവിടുന്ന് നേരെ കൊല്ലത്തേക്കാണ് കിടക്കുന്നത്. കൊല്ലത്ത് ടോട്ടൽ 11 സീറ്റാണുള്ളത്. 11 സീറ്റിൽ 5 സീറ്റ് UDF ഉറപ്പായിട്ട് ജയിക്കും എന്നുള്ളതാണ് കണക്കൂട്ടുന്നത്. 5 സീറ്റ്. അതൊന്ന് കൊല്ലം ടൗണ്, കുണ്ടറ, കരുനാപ്പള്ളി, ചവറ, പിന്നെ അതേപോലെ കൊട്ടാരക്കര ആൻഡ് പത്തനാപുരം. എത്രയും 70. അതിൻ്റെ അത് ഒന്ന് ടൈറ്റ് ഫൈറ്റ് ആയി കണക്കൂട്ടാം. നമുക്ക് കൊട്ടാരക്കര ടൈറ്റ് ഫൈറ്റ്, ആയിഷാപ്പറ്റി മത്സരിക്കുന്ന സ്ഥലം ടൈറ്റ് ഫൈറ്റ് ആയി കണക്കൂട്ടാം. ഇപ്പം എത്ര സീറ്റായി? 81ആയി. ടൈറ്റ് ഫൈറ്റ് നടക്കുന്ന സ്ഥലം 2 സീറ്റ് കൂട്ടുമ്പോൾ 20. മറ്റേ LDFന് ഇവിടെ 5 സീറ്റ് ബാക്കി. 5 സീറ്റ് നമ്മൾക്ക് LDFന് കൊടുക്കാം. നമുക്ക് കൊടുത്തില്ല എന്നുള്ള വേണ്ട. അപ്പം എത്രയും 5 കൊണ്ട് 7, 4 സീറ്റ് LDFന്. എത്ര സീറ്റ് നമ്മൾ LDFന് ടോട്ടൽ കൂട്ടിയത്? 24. 24, 5, 29. 24, 28 സീറ്റ്. ഈ തിരുവനന്തപുരമാണ് ആകെ ബാക്കിയുള്ളത്. തിരുവനന്തപുരത്ത് ഇപ്പോഴത്തെ അവസ്ഥയിൽ 6 സീറ്റ് ഉറപ്പായിട്ടും UDF ജയിക്കുന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു കണക്കൂട്ടലാണ്. 2 സീറ്റ് ടൈറ്റ് ഫൈറ്റ് പോകും, 2 സീറ്റ് BJPക്ക് പോകും. എത്ര? 6, 8, 10. 4 സീറ്റ് LDFന് കിട്ടുള്ളൂ എന്നുള്ളതാണ്. നേമവും കഴക്കൂട്ടവും BJP ജയിക്കുന്നു. അതേപോലെ 2 സീറ്റ് നമുക്ക് ടൈറ്റ് ഫൈറ്റ് പോകണം. 6 സീറ്റ് UDF വിജയിക്കുന്നു. പിന്നെ 4 സീറ്റാണ് LDFന് കിട്ടുന്നത്. അതിൽ വട്ടിയൂർക്കാവ്, തിരുവനന്തപുരം സെൻട്രൽ, കോവളം, നെയ്യാറ്റിൻകര, അതേപോലെ കാട്ടാക്കട, അതേപോലെ വാമനപുരം, ഇത്രയും സീറ്റാണ് UDF കണക്കൂട്ടുന്ന സീറ്റുകൾ. അപ്പം 6 സീറ്റ് കൂടി കൂട്ടി അത്രയും ഇവർക്ക് 84, 90 സീറ്റ്. 90. അവർക്കോ 4 സീറ്റ് കൂട്ടിയാൽ 24, 4, 28 സീറ്റ്. ടൈറ്റ് ഫൈറ്റ് ഉള്ളതോ? ടൈറ്റ് ഫൈറ്റ് ഉള്ളത് 20. ഇവിടെ BJPക്ക് 2 സീറ്റ് എന്ന് പറയാം. BJPക്ക് പാലക്കാടും കൂടെ 3 സീറ്റ്. അപ്പോൾ നമ്മൾ 90 സീറ്റ് ആവറേജ് ഉറപ്പായിട്ടും കിട്ടും. പ്ലസ് ഈ 20 സീറ്റിൽ 22 സീറ്റ് ഉണ്ടല്ലോ ടൈറ്റ് ഫൈറ്റ് ഉള്ളത്. അതിൽ എത്ര സീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങും അതുപോലെ ഇരിക്കും അവരുടെ. ഇതിൻ്റെ അതൊരു വലിയ ട്രെൻഡ് അടിക്കുകയാണെങ്കിൽ, അതായത് ഇപ്പം ശബരിമല കൊള്ളിയുണ്ട്, ഭരണവിരുദ്ധ വികാരമുണ്ട്, പിണറായി വിരുദ്ധ വികാരമുണ്ട്, പിന്നെ അതേപോലെ പിന്നെ ഏറ്റവും വലിയ ഇത് എന്ന് പറഞ്ഞാൽ ന്യൂനപക്ഷ ഏകീകരണമുണ്ട്, പിന്നെ തിരുവനന്തപുരത്ത് നാടാർ സമുദായത്തിൻ്റെ ഏകീകരണം. അപ്പം ഇങ്ങനെ എല്ലാ ഘടകങ്ങളും UDFന് അനുകൂലമാണ്. അങ്ങനെ നോക്കുമ്പോൾ ഈ 20ൽ 15 സീറ്റ് കൂട്ടിയാൽ തന്നെ 105 സീറ്റായി. അപ്പം 100ൽ പരം സീറ്റ് കിട്ടുമോ ഇല്ലേ, ഇതാണ് ചോദ്യം. 100ൽ പരം സീറ്റ് കിട്ടാം എന്നുള്ളതാണ്. ഈ ഒരു കാൽക്കുലേഷൻ വെച്ചുകൊണ്ടായിരിക്കും സതീശനും ഈ സാധനമായിട്ട് മുമ്പോട്ട് വന്നതല്ലേ. സതീശൻ നേരത്തെ കണക്കൂട്ടി തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ തന്നെയാണല്ലോ. പിന്നെ അതിന് ശേഷവും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടന്നതിന് ശേഷവും വലിയ ഇഷ്യൂ അല്ലേ, വലിയ പ്രശ്നങ്ങളല്ലേ ഉണ്ടായിട്ടുള്ളത്. SIR ഒക്കെ അതിൻ്റെ ഇടയിൽ കൂടെ ഇതല്ല അതിൻ്റെ കൂടെ വന്നത്. FCRA പ്രശ്നം വന്നപ്പോൾ BJPക്ക് പോകേണ്ട ക്രിസ്ത്യൻ വോട്ടടക്കം UDFിലേക്ക് 18% UDFിലേക്ക് പോയി എന്നാണ് കണക്കൂട്ടുന്നത്. ഇലക്ഷന് വെറും 3 ദിവസം മുമ്പാണ് ഈ സംഭവമായിട്ട്. അപ്പോൾ ആ വോട്ട് അങ്ങോട്ട് ഒറ്റയടിക്കാണ്ട് പോയി, മുസ്ലിം ക്രിസ്ത്യൻ വോട്ട് ഒറ്റയടിക്ക് അങ്ങോട്ട് പോയി. അപ്പോൾ അവർ രണ്ടാളും കൂടെ കൂടിയാൽ തന്നെ എത്ര ശതമാനമായി, ഭയങ്കര ഭൂരിപക്ഷമായില്ലേ. അപ്പോൾ ഇവിടെ കേരളത്തിൽ ഈ പറയുന്ന ഇലക്ഷനിൽ നമ്മൾ UDF അധികാരത്തിൽ വരും എന്ന് പറയുന്നത് വെറുതെ പറയുന്നതല്ല. ഇത് നമ്മുടെ ഇതുവരെ വന്ന നമ്മുടെ എക്സിറ്റ് പോൾ ഫലങ്ങൾ മാത്രമല്ല, മറ്റുള്ള സർവേകൾ മാത്രമല്ല, എല്ലാ തരത്തിലും കണക്കൂട്ടൽ, 2 ലോക്സഭാ ഇലക്ഷൻ, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ്, ഇവിടെ നടന്നിട്ടുള്ള ഉപതെരഞ്ഞെടുപ്പുകൾ, പുതുപ്പള്ളിയായാലും തൃക്കാക്കരയായാലും ഒക്കെ തന്നെ എല്ലാം തന്നെ വിജയമാണ്. ആർക്ക് അനുകൂലമായിട്ട്? UDFന് അനുകൂലമായിട്ട്. അപ്പോൾ ഈ കണക്കൂട്ടൽ തെറ്റാൻ സാധ്യത കുറവാണ്. എന്നിരുന്നാലും നമുക്ക് നാളെ
വരെ കാത്തു നിൽക്കാം. നാളെ ഒരു ഉച്ചയാകുമ്പോഴേക്ക് ഏറെക്കുറെ ഒരു ഏറെക്കുറെയല്ല, ഒരു 12 മണിയാകുമ്പോഴേക്ക് ആരാണ് എന്നുള്ളത് കൃത്യമായി പറയാൻ പറ്റും എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള വിവരങ്ങൾ.